അതുപോലെ തന്നെ ഈ മന്ത് എന്ന് പറയുന്ന രോഗം ഭയങ്കര കോമൺ ആയിട്ട് പല ജില്ലകളിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിന് നമുക്ക് പ്ലാസ്റ്റിക് സർജറിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? മന്തിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുക. അത് നമ്മൾ എക്സസൈസ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യം. ഡീബൾക്കിംഗ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ള, ബൾക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഡീബൾക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫിസിയോളജിക്കൽ സർജറിയാണ് ചെയ്യുന്നത്. അതായത് മന്ത് ഉണ്ടാവുന്നത് അവിടുത്തെ ലിംഫാറ്റിക്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ബ്ലോക്ക് ആവുന്നുണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു കോസിനെ എങ്ങനെ തരണം ചെയ്യാം? അപ്പോൾ അതിന് നമ്മൾ വേണമെങ്കിൽ ഈ ലിംഫാറ്റിക്സ് എന്ന് പറയുന്ന സാധനങ്ങൾ അത് നല്ലത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വെയിനുമായിട്ട് അനസ്റ്റമോസിസ്, വെയിനുമായിട്ട്, അതൊക്കെ സൂപ്പർ മൈക്രോ സർജറി എന്ന് പറയും. അതായത് ഇപ്പം പറയുന്ന പോലെ മൈക്രോ സർജറി എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ രക്തക്കുഴലൊക്കെയാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നെങ്കിൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 മില്ലിമീറ്റർ ഉള്ള രക്തക്കുഴൽ റിപ്പയർ ചെയ്യുന്നത്. അതായത് അതിന്റെ ഡയമീറ്റർ പറയുന്നത് ലിംഫാറ്റിക് ചാനൽസ് നമ്മൾ അങ്ങനെ മൈക്രോസ്കോപ്പിക്കലി നമുക്ക് റിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പഴയതുപോലെ ഈ ലിംഫ് ഫ്ലോ ഉണ്ടായിട്ട് ലിംഫെഡിയമിയുടെ ട്രീറ്റ്മെന്റ് പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഡീബൾക്കിംഗ് സർജറിയും ഈ ലിംഫാറ്റിക് സർജറിയും രണ്ടും നമ്മൾ ചെയ്യുന്നവരാണ് പ്ലാസ്റ്റിക് സർജൻസ്. ലിംഫാറ്റിക്സ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ല മെയിൻലി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജൻസ് ആണ്.